അസ്സലാമു അലൈക്കും. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആരെങ്കിലും താത്തി കെട്ടാനോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ ഒരു മോശമായി ആണ് എന്ന് ചിത്രീകരിക്കാനോ ഒന്നുമല്ല. മറിച്ച് ജനങ്ങൾ സത്യം മനസ്സിലാക്കാനും അതിലെന്തെങ്കിലും ഇപ്പം ദീനിൻ്റെ ഒരു കാര്യമായതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ. നേരെ മറിച്ച് ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ലൈഫോ മറ്റുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് പോട്ടെ നോക്കാം. മറ്റുള്ള ബിസിനസ് പരമോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്ന കാര്യമൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് വിഷയമാക്കണ്ടെന്ന് വിചാരിക്കാം. വിഷയം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾ പൊതുവേ ഒരു സമൂഹത്തിന് മൊത്തം ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യണം. അപ്പം ആരും ഇതിൽ തെറ്റിദ്ധരിക്കേണ്ട. പരിപൂർണമായിട്ടും നമുക്ക് ഒന്നാമത്തേത് ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പഠിക്കണം. നമ്മൾ പഠിച്ചിട്ട് അത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ജീവിക്കണം. രണ്ടാമത് ഇനിയിപ്പോൾ അത് തെറ്റാണെങ്കിൽ ഇതിനോട് തുടർന്ന് ചെയ്യുന്ന ആൾക്കാരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ്. അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഞാൻ സ്ഥിരമായിട്ട് ഒരു ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഞാൻ വീട്ടിൽ നിന്ന് സുബഹിസ്കരിക്കാൻ പിന്നെ താത്തങ്ങാടി പള്ളിക്കാണ് പോകല്. അപ്പോൾ താത്തങ്ങാടി പള്ളി പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സുബഹിൻ്റെ ശേഷം കുറച്ച് നസീഹത്തുകളും പിന്നെ പഠനപരമായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അത് രൂപത്തിൽ പ്രസംഗം ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് നമ്മൾ കേട്ട് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ആ വരുന്ന വഴിക്കൽ നമുക്കുണ്ടായ അനുഭവമാണ് അപ്പം ഞാൻ ഇതിൽ പങ്കുവെക്കാൻ പോകുന്നത്. അപ്പം 4-5 പ്രാവശ്യം ഇങ്ങനെ ഒബ്സർവ് ചെയ്ത്, അപ്പം അത് നമുക്ക് ഇങ്ങനെ പരിപൂർണമായിട്ട് തെറ്റാണെന്നൊക്കെ തോന്നിയതിൻ്റെ ശേഷം പിന്നെ ഞാനതിന് ഒരുങ്ങിയത്. അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ തോട്ടിനക്കര പള്ളിയുണ്ട്. ആ പള്ളിയിൽ നിന്ന് ഏകദേശം ഒരു സമയമാകുമ്പോൾ ബാങ്ക് കൊടുത്ത് ആ ബാങ്ക് ഇങ്ങനെ കേട്ടുകൊണ്ട് ഇങ്ങനെ പോരെ. ഏകദേശം ബാങ്ക് കഴിഞ്ഞപ്പം റോട്ടിൽ കണ്ടെത്തുമ്പോഴത്തേന് ബാങ്ക് കഴിഞ്ഞു. ആ ബാങ്ക് കഴിഞ്ഞ് പിന്നെയും റോട്ടിൽ നിന്ന് കുറച്ച് താഴോട്ട് ഇറങ്ങിയാലാണ് നമ്മളെ കോത്താഞ്ചേരി പള്ളിയിൽ. അപ്പോൾ അവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഇപ്പം ബാങ്ക് കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഇവിടെ നമ്മളെ തോട്ടിനക്കരത്തെ പള്ളി ബാങ്ക് കഴിഞ്ഞിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഞാൻ റോട്ടിൽ കണ്ട് ഇറങ്ങുമ്പം ഈ ബാങ്ക് കയ്യിലും നമ്മളെ മേത്തങ്ങാടിത്തെ ബാങ്ക് തുടങ്ങും. ഏത് മേത്തങ്ങാടി മുജാഹിദ് പള്ളിത്തെ ആ ബാങ്ക് തുടങ്ങും. അപ്പം തന്നെ നമുക്കൊരു സംശയം, അതെന്തപ്പോൾ ഇത്ര മിനിറ്റിന് വ്യത്യാസം. അതിലും വ്യത്യാസമുണ്ട്. അതേപോലെ ജമാഅത്തിൻ്റെ അവിടെ നമ്മളെ ഈ ക്യാമ്പിംഗ് കുന്നത്തിൻ്റെ താഴത്തുള്ള പള്ളിയിൽ നിന്നും ആസ്പത്രിൻ്റെ താഴത്തുള്ള ആ പള്ളിയിൽ നിന്നും ബാങ്ക് വരും. അങ്ങനെ നമ്മളിങ്ങനെ കുറച്ചും കൂടി ഇറങ്ങിയാലാണ് പിന്നെ എന്ത് ചെയ്യുക, കോത്താഞ്ചേരി പള്ളി കാണുന്നത്. അവിടെ കാണുമ്പോൾ നമ്മൾ മുഅദ്ദിനും അതുപോലെ ഇമാമൊക്കെ ആയിട്ടുള്ള ഒരു റൂമുണ്ട് താഴെ. അവിടെ ഇങ്ങനെ വെളിച്ചം കണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ ഇറങ്ങി നോക്കിയതാണ്. പിന്നെ അവനോട് ഒരു കാര്യം അറിയണമെന്നുണ്ടായിരുന്നു. നമുക്ക് അറിയില്ല, എന്തുകൊണ്ട് അറിയാൻ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയാണ്. അറിയണമെന്നുണ്ടായിരുന്നു എന്താ ബാങ്കിന് ഇത്രയും അധികം വ്യത്യാസം. മുജാഹിദ് പള്ളിയിൽ ബാങ്ക് വരെ കൊടുത്ത് അതിന് വ്യത്യാസം ഉണ്ടാവില്ലെന്ന് നമുക്കറിയാം. സ്വാഭാവികമായിട്ട് കുറേ കാലമായിട്ട് നമ്മളിങ്ങനെ നോമ്പിന് മാത്രം അങ്ങനെയുള്ള വ്യത്യാസം നമ്മൾ കണ്ടുവരുന്നതാണ്. അതിൽ നിന്നും വ്യത്യാസമായിട്ട് പിന്നെയും കുറേ വൈകിട്ടാണ് നമ്മുടെ വീഡിയോ കുറച്ച് ദൈർഘ്യമുണ്ട്. കാര്യം മനസ്സിലാകാൻ വേണ്ടി വിശദമായിട്ട് പറയണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ വീഡിയോയിൽ പ്രത്യേകിച്ച് ശീലങ്ങളൊന്നുമില്ല. ഇത് ജനങ്ങളെ അറിയിക്കണം എന്നുള്ളൊരു ഇതിലാണ്. അപ്പോൾ അതുകൊണ്ട് ദൈർഘ്യമായതുകൊണ്ട് ആരും വെറുപ്പ് വിചാരിക്കരുത്. ശ്രദ്ധിക്കുക, കേട്ട് അവസാനം വരെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. അങ്ങനെ ഞാൻ എൻ്റെ ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ കണ്ട കാഴ്ച, അപ്പോൾ ആദ്യം എനിക്ക് ഇങ്ങനെ ഒരു ഇതൊന്നുമില്ല, ഇനി വീഡിയോ എടുക്കണമെന്നോ അത് മനസ്സിലാക്കണം അത് പഠിക്കണം എന്നുള്ള ഇതുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ദിവസം പോയപ്പോൾ മറ്റുള്ളയിടത്തൊക്കെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത്, ചില പള്ളിയിൽ ബാങ്ക് കഴിഞ്ഞ സമയത്ത് ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ ഇമാമും മുഅദ്ദിനും. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇമാമും മുഅദ്ദിനാണ്. ഒരു ക്ലീനറും ഉണ്ടായിരുന്നു, ഒരു ഹരിയാനക്കാരാണെന്ന് തോന്നുന്നു. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ച്, നിങ്ങളെന്താ ഭക്ഷണം എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നത്? ബാങ്ക് അവിടെയൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, മുജാഹിദ് പള്ളിയിലൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, മറ്റിടത്തൊക്കെ കൊടുത്ത് കഴിഞ്ഞല്ലോ എന്ന് വെച്ചപ്പം അവർ പറഞ്ഞു, ഇവിടെ ബാങ്ക് സമയമായിട്ടില്ല, ഞങ്ങളെ ബാങ്കിന് സമയമായിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വേറെ പ്രത്യേക ടൈം? അതാണ് എല്ലായിടത്തും ഒരേ മാതിരിയല്ലേ കൊടുക്കണ്ടേ? അപ്പം ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ ബാങ്ക് സംശയപരമായിട്ട് കേൾക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഭക്ഷണം നിർത്തണ്ടേന്ന് വെച്ചു. അപ്പം അവർ പറഞ്ഞു, അങ്ങനെ നിർത്തേണ്ട ആവശ്യമില്ല, ബാങ്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം, കയ്യിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ അത് കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അതേത് മതമാണ്? അങ്ങനെ ഒരു മതം ഞാൻ കേട്ടിട്ടില്ല. പണ്ട് സക്രിയസലായി പറഞ്ഞ ഒരു പ്രസംഗത്തിൽ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ ശേഷം പിന്നെ ആരും ആ വീട്ടിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു നിയമം ഉണ്ടോ, ഹദീസുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും അവരോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ നിലനിൽക്ക് ആർഗ്യൂ ചെയ്ത് സംസാരിക്കാത്ത രൂപത്തിൽ, കാരണം ആർഗ്യൂ ആകുമ്പോൾ അവർക്കൊരു മനസ്സിലെഴുതുണ്ടാവും. ഞാൻ പഠന രീതിയിൽ നമുക്ക് പഠിക്കണം എന്നുള്ള ആ ഒരു ഇതോടുകൂടി ആഗ്രഹത്തോടു കൂടി അവരോട് വീണ്ടും ചോദിച്ചു, എന്താണ് അതിൻ്റെ പിന്നെ ഇതെന്താണ്, അതിൻ്റെ തെളിവെന്താണ് എന്നൊക്കെ ചോദിച്ചു.
അപ്പോൾ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുണ്ട്, നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഭക്ഷണം തുപ്പേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെല്ലാം ഇവിടെ ബാങ്ക് കൊടുക്കേണ്ട ആൾക്കാർ, മറ്റുള്ളവർക്ക് മജാഹിദ് പള്ളിയിലൊക്കെ ബാങ്ക് കൊടുത്ത് ഏകദേശം തുടങ്ങിയിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അപ്പോൾ നിങ്ങൾ ഈ ബാങ്ക് തെറ്റിദ്ധരിച്ചിട്ട് നിങ്ങളെ ബാങ്ക് കൊടുക്കുന്നവരെ മറ്റുള്ളവർക്കും എന്ത് ചെയ്യും, ഭക്ഷണം കഴിക്കും. നിങ്ങളെ നോമ്പ് മാത്രമാണെങ്കിലും ഒരു രണ്ടാളെ നോമ്പ് മാത്രമാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. ഇത് ഈ ബാങ്കിനെ ആശ്രയിച്ച് ആ ചുറ്റുവട്ടത്തിലുള്ള മുജാഹിദുകളും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ, ആ ബാങ്ക് കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് ഭക്ഷണം നിർത്താമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആരും ഉണ്ടാവും എനിക്കറിയില്ല. ഏതായാലും അങ്ങനെ ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ ഉണ്ടായിക്കൂടായില്ല. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക, അവരെ നോമ്പും കൂടി ബാത്തിലാവും. അപ്പം ഞാൻ ചോദിച്ചാൽ അത് ശരിയാണോ, നിങ്ങൾ കുറച്ച് മുമ്പേ ബാങ്ക് കൊടുക്കുന്നതിന് കുറച്ച് മുമ്പ് പ്രിപ്പയർ ആയിട്ട് പള്ളിയിലൊക്കെ ലൈറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ്, അല്ല ഇവിടെ ബാങ്ക് കൊടുക്കാൻ സമയം ആകുന്നവരെ നമുക്ക് ഭക്ഷണം കഴിക്കാം, അത് കഴിഞ്ഞിട്ട് പോയിട്ട്. അങ്ങനെ അവർ വീണ്ടും ഭക്ഷണം കഴിക്കുന്നു. അപ്പം പിന്നെ വരുന്ന ഓട്സ് ഉണ്ടാക്കി വെച്ച ഓട്സ്, അതിന് മുമ്പ് ഞാൻ ചെന്ന സമയത്തൊക്കെ മൊബൈലിൽ കളിക്കുക. ഈ മൊബൈലിൽ കളിക്കുന്ന സമയത്ത് അവന് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം, ബാങ്ക് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ. പക്ഷേ ഇവൻ ഇവിടെ, അതായത് ഈ പുത്തഞ്ചേരി പള്ളി മേലെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അവൻ വീണ്ടും ക്ലാസ്സിലേക്ക് വഹിച്ചിട്ട് ഓട്സ് കഴിക്കാം. ഓട്സ് അങ്ങനെ തോന്നുന്നു, പാലും ഇതും ചേർത്തിട്ട് ഓട്സാന്ന് തോന്നുന്നു, കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചോദിച്ച്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഓക്കെ, ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നു അതിനെന്ത് ഹദീസ് ഉണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയാം. പക്ഷെ കൽപ്പിച്ച് കൂട്ടിയിട്ട് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് പിന്നെ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് എന്തിനാണെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അതിന് കുഴപ്പമില്ല, അത് സ്വയമാണ്, അതിന് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഭക്ഷണം കഴിക്കാം. അത് ഞാൻ ചോദിച്ചപ്പോൾ അവൻ എന്തോ മനസ്സിലെന്തോ തട്ടി. അപ്പോൾ അവൻ എന്ത് ചെയ്തു, എന്നെ കാണാതെ മറൂക്ക് നിന്നിട്ട് ആ ബാതിൻ്റെ അടിയിൽ പോയിട്ട് അവിടുന്ന് വീണ്ടും കുടിക്കുക. ബാങ്ക് അങ്ങനെ കൊടുത്തോണ്ടിരിക്കുക, വീണ്ടും കുടിക്കുക. അപ്പം ഇത് ഇമാമാണ് കേട്ടോ, ജനങ്ങൾക്ക് ഇമാം നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഓൻ്റെ നോമ്പ് എവിടെ പോയി? അവൻ്റെ നോമ്പ് ഓൾറെഡി മേത്തങ്ങാടിയിലൊക്കെ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ കരുതി കൂട്ടിയിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിർത്താതെക്കുക, അത് പൂർണ്ണമായിട്ട് കഴിക്കുക, അതൊക്കെ നമ്മൾ ഇവർ വെഡിത്തമായിട്ട് പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ബാങ്ക് കൊടുക്കാൻ തുടങ്ങിയിട്ട് പിന്നെ വീണ്ടും പോയി ഭക്ഷണത്തിൻ്റെ പാത്രം എടുത്തിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ്റെ നോമ്പ് ഇവിടെ ഉണ്ടാകും. ജനങ്ങളെ ഒന്ന് പറഞ്ഞു തരും, എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുക. അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം? എന്താണ് ഇങ്ങനെ വിവാദത്തിനെ പുല്ലുവിലയാക്കിയിട്ട് കരുതുന്നത്? അപ്പോൾ ഇവനൊക്കെ ഇമാമ് നിന്നാൽ ഇവൻ്റെ മാമുമായി തുടരുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക, അതിൽ നിന്ന് എന്തെങ്കിലും തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ തെറ്റുകൾ അവർക്കുണ്ടെങ്കിൽ അവർക്ക് തെറ്റി കൊടുക്കുക. കാരണം ഞാൻ പറയാൻ കുറേ ശ്രമിച്ചു, പക്ഷേ അവർക്കൊന്നും മനസ്സിലായില്ല. ഇവിടെ അങ്ങനെയാണെന്ന് പറഞ്ഞു, ഇവിടെ അങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഓരോ പള്ളിക്കും ഓരോ നിയമമാണ്. ഇത് പിന്നെ പിറ്റേന്ന് വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇത് നമുക്ക് പറയുമ്പം ഒരു ഇത് വേണ്ടേ, വീഡിയോ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, അവർ ചെയ്യുന്ന ഭക്ഷണം കഴിക്കുന്ന വീണ്ടും വീഡിയോ എടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് വീഡിയോ എടുക്കണമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ ഒരു കൗതുകം കണ്ടപ്പോൾ ഈ ഒരു കൗതുകമായിട്ട് തോന്നി. അപ്പോൾ ഈ കൗതുകങ്ങൾ നമ്മൾ വീഡിയോ പകർത്തണമല്ലോ. അപ്പോൾ നമുക്ക് ആരെയും ചോദിച്ചാൽ എങ്ങനെ വെറുതെ പറയണമെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തെളിവ് കാണിച്ചു കൊടുക്കണ്ടേ. അങ്ങനെയൊക്കെ വീഡിയോ എടുത്തുന്നുള്ളതല്ല, അതിപ്പോൾ അവരെ തട്ടിക്കെട്ടാനോ. കാരണം ഇതൊരു ഇസ്ലാം ദീൻ്റെ കാര്യമാണ്, മറ്റുള്ളവരുടെ വിവാഹത്തിൻ്റെ ഒക്കെ പ്രശ്നമാണ്. ഒരാൾ തുടരാൻ പറ്റുന്ന ആളെന്ന് പറഞ്ഞാൽ അവൻ നല്ലൊരു ഇതായിരിക്കണ്ടേ, ഒരു വിവാഹത്ത് കറക്റ്റ് ചെയ്യുന്നതിനായിരിക്കണ്ടേ. അല്ലാതെ അവനെങ്ങനെ തുടരുക? ഇമാമിൻ്റെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ പിന്നെ മമ്മൂമിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പം ഇതാണ് ആകത്തുക. അപ്പം ഞാൻ ഇതിൻ്റെ ഇപ്പുറത്ത് വീഡിയോകൾ ഇടുന്നുണ്ട്, അതൊന്ന് ആൾക്കാരൊന്ന് മനസ്സിലാക്കുക. ആർക്കെങ്കിലും ഇത് അറിയുന്നുണ്ടെങ്കിൽ ഇതെന്താണ് ഇതിൻ്റെ വിധി എന്നൊക്കെ ഉണ്ടോയെന്ന് പറഞ്ഞ് താഴെ കമൻറ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്നായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടോ, നമുക്കൊന്ന് പഠിക്കാനാണ്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാം, അങ്ങനെ ഒരു സൗകര്യം ഉണ്ടെങ്കിൽ. പിന്നെ നോമ്പ് തുറക്കുന്ന കാര്യം പിന്നെ പറയേണ്ടത്, നോമ്പ് തുറക്കുന്ന എല്ലായിടത്തും ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ചാടിക്കയറി ബാങ്ക് കൊടുക്കുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ എല്ലായിടത്തും കണ്ടുവരുന്നത്. അപ്പോൾ അതിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്തായാലും ഇപ്പം നമുക്ക് കിട്ടിയേ പറ്റും. കാരണം അപ്പം നമ്മളെ ഈ പരിസരത്തിലൊക്കെ നമ്മളെ അഞ്ചന്മാർ, നമ്മളെ ആളാപ്പാർ, നമ്മളെ കുടുംബക്കാരൊക്കെയാണ്. അവരൊക്കെ നോമ്പ് ബാത്തിലാവുന്നുണ്ടോ ഇല്ലെന്നില്ല നമ്മൾ അവരെയും കൂടി ഇത് അംഫുസക്കും അഹ്ലീക്കും ഞാറാന്നല്ലേ. അപ്പം അവരെയും കൂടെ അവർ നിരവധി പോകുന്നതും കൂടെ നമ്മൾ നോക്കൽ നമ്മളുടെ ബാധ്യതയാണ്. സ്നേഹം കൊണ്ടാണ് മനസ്സിലാക്കുക. അതുകൊണ്ട് ആരും വെറുപ്പ് വിചാരിക്കരുത്. വീഡിയോ താഴെ കണ്ടോളൂ. അസ്സലാമു അലൈക്കും. മേലെ ഇവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കട്ടിൽമേരുന്ന് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്താ ബാങ്ക് കൊടുക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം ചോദിച്ചപ്പോൾ ആ മറുപടി ഇരുന്നുണ്ട് വീണ്ടും ഭക്ഷണം കഴിക്കുക. ഓട്സ് എന്തോ കലക്കി കൊടുക്കുക. ബാങ്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും പ്രിയമുള്ള സുഹൃത്തുക്കളെ. ഇന്ന് കേരളത്തിൽ ഉടനീളം, കേരളത്തിലെന്ന് പറയാൻ കാരണം കേരളത്തിൽ മാത്രം ഉടനീളം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിരം ഒരു പ്രതിഭാസമാണ് നമ്മുടെ റമദാനായി കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ സമയവ്യത്യാസം. ആ ബാങ്ക് അതും മഗ്‌രിബ്
സുബഹി എന്നീ 2 ബാങ്കുകളിൽ ഈ റമദാൻ നോമ്പുമായി ബന്ധപ്പെട്ടതുകൊണ്ട് നോമ്പ് സുന്നി പള്ളികളിൽ ബാങ്ക് 4-5 മിനിറ്റ് വൈകിയും മഗ്രിബ് സുബഹി ബാങ്ക് 5-6 മിനിറ്റ് നേരത്തെയുമായി കൊടുക്കുന്നു. അപ്പോൾ ഇത് സംബന്ധമായിട്ട് നമ്മൾ പഠനം നടത്തിയപ്പോൾ നമ്മുടെ ബാങ്ക് സുന്നി പള്ളിയിൽ കൊടുക്കുന്ന ബാങ്ക് വളരെ കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന സമയക്രമം അനുസരിച്ച് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ റമദാൻ മാസത്തിൽ മാത്രം മഗ്രിബിൻ്റെയും സുബഹിയുടെയും ബാങ്ക് നമ്മുടെ പുത്തൻവാദികളായ മുജാഹിദ്, ജമാഅത്ത് എന്നീ കക്ഷികൾ ഈ നാട്ടിൽ ഫിത്നയുണ്ടാക്കാൻ മുസ്ലിങ്ങളുടെ ഇബാദത്തായ നോമ്പിനെ ഫസാദാക്കാനും തുടങ്ങി വെച്ചൊരു പുതിയ പരിപാടിയാണ്. ഒരു 7-8 വർഷങ്ങൾക്ക് ഇങ്ങോട്ടാണ്. അതിന് മുമ്പൊന്നും അങ്ങനെയില്ലായിരുന്നു. അപ്പോൾ അതിനു മുമ്പൊക്കെ മിക്കവാറും എല്ലാ സമയത്തും എല്ലാ ബാങ്കുകളും ഒരേപോലെ എല്ലാ സമയത്തും ഒരേപോലെ കൊടുക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു. ഇന്ന് അതിൽ നിന്ന് മാറിയെന്ന് മാത്രമല്ല, 1 മിനിറ്റോ സെക്കൻഡുകളുടെ വ്യത്യാസമൊക്കെ ആണെങ്കിൽ ചെറിയ മാറ്റങ്ങളല്ലേ എന്ന് പറയാം. ഇതല്ല, ഇത് മിനിറ്റുകൾ 5-6 മിനിറ്റൊക്കെ. ഞാൻ സുന്നിപ്പള്ളിയുടെ ബാങ്ക് തുടങ്ങി. സമയം ഏകദേശം 5:14. ഇവിടെ ഒരു സുന്നിപ്പള്ളിയുണ്ട്. നമ്മുടെ സുന്നിപ്പള്ളിയിൽ ഇവിടെ കോത്താഞ്ചേരിക്കടുത്തുള്ള എന്താ പറയുക, ഈ തോട്ടിൻ്റെ അടുത്ത പള്ളിയിലും ബാങ്ക് തുടങ്ങി. നിങ്ങൾക്ക് കേൾക്കാമെന്ന് വിചാരിക്കും. ഇനി നമുക്ക് കാണേണ്ട കൗതുകം ഇത് സുബഹിയാണ്. മഗ്രിബിൻ്റെ പിന്നെ എല്ലാവർക്കും അറിയാം. സുബഹിയുടെ കൗതുകം അതല്ല, സമയവ്യത്യാസം എന്നുള്ള കൗതുകം. വ്യത്യാസത്തിൽ വലിയ കൗതുകമൊന്നും നമുക്ക് കുറേ കാലമായിട്ട് തോന്നില്ല. കാരണം നമുക്കറിയാവുന്നതുകൊണ്ട് അതൊരു കൗതുകമായും കൗതുകമൊക്കെ അതിൻ്റെ കൗതുകങ്ങളൊക്കെ ഇപ്പോഴുള്ള കൗതുകം അതല്ല. ഇതാ ഇവിടെ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്കറിയാം ബാങ്ക് തുടങ്ങി. ശിവലായ ജൽവ ശിവനും സുഖം തുടങ്ങി. ഞാനിപ്പോൾ ഇനി പോകുന്നത് കോത്താഞ്ചേരിയിലെ മുജാഹിദ് പള്ളിയിൽ എന്നറിയപ്പെടുന്ന പണ്ടത്തെ സുന്നി പള്ളീൻ്റെ കഥ എനിക്ക് പറയാം. അതിലേറെ വലിയ കഥ ആ പള്ളിയിലെ ബാങ്ക്. ഇപ്പോഴും മുജാഹിദിൻ്റെ ബാങ്ക് തുടങ്ങിയിട്ടില്ല കേട്ടോ. ഈ മേത്തങ്ങാട്ടിലൊക്കെ ഒരു 3-4 മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ ബാങ്ക് കൊടുക്കാറുണ്ട്. പക്ഷേ അവിടെ കോത്താഞ്ചേരി പള്ളി നിങ്ങൾക്ക് കണ്ടാലറിയാം. എൻ്റെ മുന്നിൽ കാണുന്ന അതാണ് പള്ളി. ലൈറ്റ് പോലും ഇട്ടിട്ടില്ല, മുല്ലാക്ക് വന്നിട്ടില്ല. കൗതുകം എന്താണെന്ന് അറിയേണ്ടത്, അവരിപ്പോഴും ഭക്ഷണം കഴിക്കുമായിരിക്കും. ഇവിടെ ബാങ്ക് തുടങ്ങി കേട്ടോ. അതേ രസം ബാങ്ക് തുടങ്ങി കഴിയാനായില്ല ഏകദേശം. ഇവിടെ മേത്തങ്ങാടി പള്ളിയിലൊക്കെ ബാങ്ക് കൊടുക്കാം. ഇവിടെ ചോദിച്ചോക്കാം കോത്താഞ്ചേരി പള്ളിയിൽ എന്താണ്. अस्सलाम वालेकुम। अस्सलाम वालेकुम। आज़ान नहीं हुआ? उधर हुआ है? तो खाना खाते रहते आप? हैं? अभी खा सकते हैं? खाना है आपके पास? है? खाना है? नहीं, मेरे पास खाना नहीं। आ जाएंगे। अभी खा सकते हैं? हाँ। कैसे अभी खा सकते हैं? आप नहीं खा सकते? नहीं, मेरा मतलब जाने ജമാഅത്തെ ഇസ്ലാമിൻ്റെ പള്ളിയിൽ ബാങ്ക് കൊടുത്തു. ഇവിടെ മുല്ലാക്ക പോകുന്നുള്ളൂ. അപ്പോൾ ലൈറ്റ് ഇട്ടു ഇത് പോയിട്ടുള്ളൂ. ഈ ബാങ്ക് ഫോളോ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പരിസരത്ത് എല്ലാ മുസ്ലിങ്ങളും എന്ത് ചെയ്യുന്നത് ഭക്ഷണം കഴിക്കുന്നത്. ഇതാണ് അവസ്ഥ. കൗതുകം നിങ്ങൾ കണ്ടില്ലേ? ഞാൻ ചെന്നപ്പോൾ ഭക്ഷണം കഴിക്കും. മറ്റുള്ള ഞങ്ങളുടെ ടൈം ആയില്ല എന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ ായ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, പല സഹോദരങ്ങളും സാധാരണ ചോദിക്കാറുള്ള ഒരു സംശയമാണ് ഇന്നത്തെ ദിവസം നാം ചർച്ച ചെയ്യുന്നത്. അതെന്താണ്? ഫജ്ർ ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അത്താഴം കഴിക്കാൻ പറ്റുമോ എന്നത് പലരുടെയും ഒരു സംശയമാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, റമദാൻ മാസത്തിൽ തിന്നുവാനും കുടിക്കുവാനും ഇസ്ലാം അനുവദിച്ച സമയം ഫജ്ർ സ്വാദിക്ക് വെളിവാകുന്നത് വരെയാണ്. അവിടെ നമ്മൾ പരിഗണിക്കേണ്ടത് ബാങ്കല്ല അവിടെ തീറ്റയുടെയും കുടിയുടെയും സമയം പരിഗണിക്കാൻ വേണ്ടി ഇസ്ലാം പഠിപ്പിച്ചത് ബാങ്കിനെയല്ല മാനദണ്ഡമാണ്. മൗലവി പറയുന്നതേ അവിടെ നമ്മൾ ബാങ്കിനെയല്ല പരിഗണിക്കേണ്ടത്. പക്ഷേ ബാങ്ക് കൊടുക്കാൻ നമ്മൾ പരിഗണിക്കുന്നത് ഫജ്ർ സാദിക്ക് വെളിവാകുന്നത് മുതലാണ്. അവിടെയാണ് വ്യത്യാസം. അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്. ഏത് മൗലവി പറയുന്നത് തീറ്റ നിർത്തേണ്ടത് ഫജ്ർ സാദിക്ക് വെളിവാകുന്നത് മുതലാണ്. അതേപോലെ നമ്മുടെ ഇസ്ലാമിക നിയമം പറയുന്നത് ബാങ്ക് കൊടുക്കേണ്ടത് ഫജ്ർ സാദിക്ക് വെളിയാകുന്നത് മുതലാണ്. അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്.
ബാങ്കിനെ പരിഗണിക്കേണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബാങ്കിനെ തന്നെയാണ് പരിഗണിക്കേണ്ടത്. കാരണം ബാങ്ക് കൊടുക്കൽ പരിഗണിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ബാങ്കിൻ്റെ സമയം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫജ്ർ സാദിഖ് മുതലാണ്. ഫജ്ർ സാദിഖ് മുതലാണ് സുബൈൻ്റെ ബാങ്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഫോളോ ചെയ്തിട്ടാണ് ബാങ്ക് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ ബാങ്കിനെ പരിഗണിക്കേണ്ടെന്ന് പറയാൻ പറ്റില്ല. ബാങ്കിനെ നമ്മൾ സമയം നിശ്ചയിച്ചിരിക്കുന്നത് ഫജ്ർ സാദിഖിൻ്റെ ആ സമയം എപ്പോഴാണ്, ആ സമയത്തിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സുബൈൻ്റെ ബാങ്കുകളൊക്കെ നമ്മൾ സമയം നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ സുബൈ ബാങ്ക് കൊടുക്കുമ്പോൾ ഫജ്ർ സാദിഖായി എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? ഭക്ഷണം നിർത്തുക. അങ്ങനെയാണ് ഇതുവരെ ഇസ്ലാമിലൊക്കെ ചെയ്തു പോകുന്നത്. മറിച്ച് പരിഗണിക്കേണ്ടത് ഫജ്ർ വെളിവാകുന്നതാണ്. ഫജ്ർ സ്വാദിഖ് വെളിവായി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷിക്കുവാനോ കുടിക്കുവാനോ സ്ത്രീ സംസർഗത്തിൽ ഏർപ്പെടുവാനോ അനുവാദമില്ല എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 187-ാം വചനത്തിലൂടെ പഠിപ്പിക്കുന്ന കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ. പുലരിയുടെ വെളുത്ത ഇഴകൾ കറുത്ത ഇഴകളിൽ നിന്ന് തെളിഞ്ഞ് കാണുന്നത് വരെ, അതല്ലെങ്കിൽ തെളിഞ്ഞ് കാണുമാറാകുന്നത് വരെ നിങ്ങൾ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുക എന്നതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പോൾ ഒരാൾക്ക് ബോധ്യമായി ഫജ്ർ വെളിവായി എന്ന്, പിന്നീട് അയാൾ ഭക്ഷിക്കാൻ പാടില്ല എന്നതാണ്. അയാൾ കുടിക്കാൻ പാടില്ല. ഫജ്ർ വെളിവായതിനു ശേഷം അയാളുടെ വായിൽ ഭക്ഷണമുണ്ടെങ്കിൽ അത് തുപ്പിക്കളയണം, അത് വായിൽ നിന്ന് ഒഴിവാക്കണം എന്നതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്. ആ വിഷയത്തിൽ ലാ ഖിലാഫ ഫീഹി, അഭിപ്രായ ഭിന്നത ഇല്ല തന്നെ. എന്നാൽ സലഫി പറഞ്ഞത് കേട്ടില്ലേ? ഇനിയിപ്പോൾ നാട്ടുകാരോടും ഈ പള്ളിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോടും ചോദിക്കാനുള്ളത്, ഈ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഈ നിങ്ങളെ പള്ളിയിൽ നിശ്ചയിച്ചിരിക്കുന്ന ഈ ബാങ്കിൻ്റെ സമയം എന്ന് പറയുന്നത് ഈ ഫജ്ർ സാദിഖ് വെളിവായി കഴിഞ്ഞതിൻ്റെ ശേഷമാണോ അതോ ഈ വെളിവാകുന്നതിൻ്റെ മുമ്പാണോ? ബിലാൽ റളിയല്ലാഹു അൻഹു കൊടുത്ത രാത്രിക്കത്തെ ബാങ്കാണോ? ഏത് നിലക്കുള്ള ബാങ്കാണ് എന്ന് നമുക്കൊന്ന് മനസ്സിലായാൽ കൊള്ളാം. കാരണം ബാങ്ക് കൊടുത്തിട്ടും ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കണ്ടത്. അപ്പോൾ റഫീഖ് സലഫി തന്നെ പറയുന്നുണ്ട്, നിങ്ങളാൾക്കാർ തന്നെ മറുപടി വെച്ചിട്ടാണ് ഇവിടെ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ അതിലിപ്പോൾ യാതൊരു സംശയമില്ലല്ലോ. അപ്പോൾ ഒരു ഖിലാഫില്ല എന്നാണ് മൂപ്പർ പറഞ്ഞത്. മൂപ്പർ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ വായിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ തുപ്പിക്കളയണം. അതായത് ഫജ്ർ സാദിഖ് അതിൻ്റെ ശേഷമുള്ള ബാങ്കാണ് നിങ്ങളതെന്നുണ്ടെങ്കിൽ, അല്ല നിങ്ങൾ പറഞ്ഞ രാത്രിക്കത്തെ ബിലാൽ റളിയല്ലാഹു അൻഹു കൊടുത്തിരുന്ന ബാങ്കാണോ അതോ ഇബ്നു മക്തൂം കൊടുത്ത ഫജ്ർ സാദിഖ് വെളിവായതിൻ്റെ ശേഷമുള്ള ബാങ്കാണോ എന്നുള്ളതിൽ നമുക്ക് ഒരു ക്ലാരിറ്റി വേണം. അത് ഇതായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ അറിയിക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അടുത്ത കൊല്ലെങ്കിലും ഇനി റമദാനിക്ക് ഇങ്ങനെ ഒരു പിഴവ് ആർക്കും പറ്റരുത്. അപ്പോൾ നമ്മളെ പള്ളിയിലൊക്കെ, ഇവിടെ സുന്നി പള്ളിയിലൊക്കെ ഫജ്ർ സാദിഖ് വെളിവായതിൻ്റെ ശേഷമാണ് ബാങ്കിൻ്റെ സമയം നിശ്ചയിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 6-7 മിനിറ്റ് 8 മിനിറ്റ് വരെയൊക്കെ കഴിഞ്ഞിട്ടാണ് മുജാഹിദ് പള്ളികളിൽ സമയം നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഫജ്ർ സാദിഖ് വെളിവായിട്ട് പിന്നെയും മിനിറ്റുകൾ കഴിഞ്ഞിട്ടാണ് നിങ്ങളൊക്കെ ബാങ്ക് കൊടുക്കുന്നതെന്നാണ്. അപ്പം ഭക്ഷണം ചിന്തിക്കുക പോലും പറ്റാത്ത സമയമാണ് റഫീഖ് സലഫി പറഞ്ഞത് കണക്കിനാണെങ്കിൽ. ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും പറ്റാത്ത സമയം ആ അവസ്ഥയിലാണ്. എന്നിട്ട് ആ 5-6 മിനിറ്റും കഴിഞ്ഞിട്ടുള്ള ബാങ്ക് കൊടുക്കുന്ന സമയത്താണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഇമാമ് ഭക്ഷണം കഴിക്കുന്നത് റൂമിൽ വെച്ചിട്ട്. മേലെ ഇവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കട്ടിൽമേലിരുന്ന് ഭക്ഷണം കഴിക്കുക. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ എന്താ ബാങ്ക് കൊടുക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം ചോദിച്ചപ്പോൾ ആ മറുപടി ഇരുന്നാണ്ട് വീണ്ടും ഭക്ഷണം കഴിക്കുക. ഓട്സ് എന്തോ കലക്കി കൊടുക്കുക. ബാങ്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനാണ് ഇപ്പം ഇവിടെ മറുപടി വരേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ആളെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഇമാമ് നിർത്തുന്നതും അവരെ തുടർന്നിട്ടാണ് എൻ്റെ പൊന്ന് ജ്യേഷ്ഠന്മാരെ, അഞ്ചന്മാരെ, എളാപ്പാരെ നിങ്ങളൊക്കെ തുടർന്ന് നിസ്കരിക്കുന്നതും. അപ്പോൾ നിങ്ങളൊക്കെ നിസ്കാരം എത്രത്തോളം സ്വഹിയാണ് ഇങ്ങനത്തെ ഇമാമുകളോട് കൂടി നിസ്കരിക്കുമ്പോൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനിയെങ്കിലും നിങ്ങൾ സത്യം മനസ്സിലാക്കി ഇതിൽ നിന്ന് പിന്തിരിയുക എന്ന് പ്രത്യേകം ഉണർത്തുന്നു. അത് ബാക്കിയാക്കാം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ മുഅദ്ദിൻ സമയമാകുന്നതിന് മുമ്പ് ബാങ്ക് വിളിക്കാറുണ്ട്. ചില പ്രദേശങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്? ശരിക്കും എന്താ പറയുന്നത് വെച്ചാൽ ചില സമയങ്ങളിൽ മുഅദ്ദിൻ ബാങ്ക് സമയമാകുന്നതിന് മുമ്പ് ബാങ്ക് വിളിക്കാറുണ്ട് എന്ന്. അങ്ങനെ ബാങ്ക് വിളിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് മഗ്രിബ് 2 മിനിറ്റ് ലേറ്റായിട്ടും സുബഹി ആണെങ്കിൽ 2 മിനിറ്റ് മുമ്പും അങ്ങനെയാണ് നമ്മൾ എല്ലാ ആധാരങ്ങളും. കാരണം ഈ നോമ്പിൻ്റെ കാര്യമായതുകൊണ്ട് അതിൽ നോമ്പ് ഒരിക്കലും ഫസാദായി പോരും. കാരണം അത്രയും പട്ടിണി കിടന്ന് നമ്മൾ വൈകുന്നേരം വരെ എടുത്തിട്ട് ആ ഒരു മിനിറ്റിനോ സെക്കൻഡിനോ വേണ്ടിയിട്ട് നമ്മൾ നോമ്പ് നടത്തിലാക്കാമെന്ന് പറഞ്ഞാൽ അത് വലിയൊരു സങ്കടമുള്ള കാര്യം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വളരെ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് 1-2 മിനിറ്റ് വൈകി കൊടുക്കാറുണ്ട്. മഗ്രിബ് 1-2 മിനിറ്റ് നേരത്തെ കൊടുക്കാറുണ്ട് സുബഹി. അതാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. പക്ഷേ ഇവിടെ അതല്ല. 6-7-8 മിനിറ്റൊക്കെ സുബഹി വൈകിയും കൊടുക്കുക. അതുപോലെ 6-7-8 മിനിറ്റൊക്കെ മഗ്രിബ് നേരത്തെയും കൊടുക്കുക. അതിനാണ് നമുക്കത് ഇനി അടുത്ത കേട്ടോ. അതാണ് ഇപ്പോൾ സംഭവം. സമയമാകുന്നതിന് മുമ്പ് 5, 6, 3, 2 ഒക്കെ മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്നുവെങ്കിൽ ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഭക്ഷിക്കുന്നതിന് വിരോധമില്ല. കാരണം സമയമായിട്ടല്ല ബാങ്ക് വിളിക്കുന്നത്, അതിൻ്റെ മുമ്പാണ് ബാങ്ക് വിളിക്കുന്നത്. അതിനുള്ള ഈ പറഞ്ഞ ആർക്കാണ് ബാധകം? മുല്ലാക്കാക്കല്ല. അതായത് ബാങ്ക് തന്നെ വിളിക്കേണ്ട ആൾ സമയം വൈകിച്ച് തിന്നലല്ല. അത് വീട്ടിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവർ, പള്ളിയിൽ വരാതെ വീട്ടിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവർ, അവർ ഒന്നാമത്തെ ബാങ്ക് കേട്ട്
അത് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ല, അത് ഫജർ സാദിഖ് വെളിവായിട്ടാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ല. മുജാഹിദ് പള്ളിയിലെ ബാങ്ക് തന്നെയാണ് ഫജർ സാദിഖ് വെളിവായതിന് ശേഷം കൊടുക്കുന്നതെന്ന് ബോധ്യമായാൽ നിങ്ങളങ്ങനെ ചെയ്യാനാണ് ഇയാൾ പറയുന്നത്. പക്ഷേ ഈ മുജാഹിദിൻ്റെ പള്ളിയിൽ ബാങ്ക് കൊടുക്കേണ്ട ആൾക്കാർ തന്നെ ലേറ്റാക്കിയാൽ പിന്നെ അവിടെ ബാങ്ക് കേൾക്കാൻ, പിന്നെ ബാങ്ക് കേൾക്കണമെങ്കിൽ ഇവർ ഭക്ഷണം നിർത്തണ്ടേ? ഭക്ഷണം നിർത്താൻ മറ്റുള്ള മുജാഹിദ് പള്ളിയിൽ വരെ ബാങ്ക് കഴിഞ്ഞിട്ടും ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, ഭക്ഷണം നിർത്തിയിട്ടില്ല. ബാങ്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങളുടെ സമയമായിട്ടില്ല. അപ്പോൾ ഓരോ പള്ളിയിലും ഓരോ സമയമാണെന്ന് അപ്പോൾ അവിടെയാണ് മനസ്സിലായത്. അങ്ങോട്ടെ പറയാം. തെളിവെന്താണ്? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇന്ന ബിലാലൻ യുഅദ്ദിനു ബിലൈലിൻ ഫകുലു വശ്റബു ഹത്താ യുഅദ്ദിന ഇബ്നു ഉമ്മി മക്തൂം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. നിശ്ചയം ബിലാൽ ബാങ്ക് വിളിക്കുന്നത് രാത്രിയിലാണ്. അതിനാൽ ഈ ബാങ്കിനെ കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ തഹജ്ജുദിന് ഒരു പ്രത്യേക ബാങ്കുണ്ട്. തഹജ്ജുദിന് അറബി നാടുകളിലൊക്കെ കേട്ട് വരുന്നതാണ് ചില സമയങ്ങളിൽ പ്രത്യേക ഒരു ബാങ്ക്. ആ തഹജ്ജുദിൻ്റെ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം രാത്രി ഇശാ നിസ്കരിച്ച് ഉറങ്ങിയതിന് ശേഷം പിന്നെ ഉണർന്നിട്ട് ഏകദേശം സുബഹിയാകുന്നതിൻ്റെ എത്രയോ മണിക്കൂറുകൾ മുമ്പ് കൊടുക്കുന്ന ഒരു ബാങ്കാണ് തഹജ്ജുദിൻ്റെ ബാങ്ക്. അതിനെക്കുറിച്ചാണ് ബിലാലിൻ്റെ ബാങ്ക് എന്ന് പറഞ്ഞത്. പിന്നെ ഉമ്മു മക്തൂമിൻ്റെ ബാങ്ക് എന്ന് പറയുന്നത് ഫജർ സാദിഖ് വെളിവായതിന് ശേഷം. അപ്പോൾ ഇത് തഹജ്ജുദിന് അത് തഹജ്ജുദിന് സാധാരണ ആ നാട്ടുകാർക്ക് അറിയാം. അത് തഹജ്ജുദിൻ്റെ അത് എല്ലാ കാലത്തും നോമ്പിന് മാത്രമല്ല, നോമ്പല്ലാത്ത സമയത്തും അതേ സമയത്ത് ആ സമയത്ത് ബാങ്കുണ്ട് തഹജ്ജുദിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നോമ്പിലേക്ക് കൂട്ടേണ്ട, നോമ്പിന് തെളിവായിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ വ്യക്തമാണ് നമ്മൾ ഇക്കാലത്ത് ഈ അലാറം വെക്കാനും അലാറം വെച്ച് നീച്ചാനും മൊബൈലും എല്ലാ സംവിധാനവും ഉള്ള സമയത്ത് ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ മുമ്പ് എണീറ്റ് ഭക്ഷണം കഴിക്കുന്നതിന് പകരം വളരെ വൈകി എണീറ്റ് അവസാന നിമിഷത്തേക്ക് വരെ വെച്ചിട്ട് ഒരു ബാങ്ക് കൊടുക്കുന്നതിൻ്റെ 10 മിനിറ്റ് മുമ്പ് ഭക്ഷണം കഴിക്കാനിരുന്നിട്ട് ബാങ്ക് കേട്ടാലും നിർത്താതിരിക്കുന്ന ഈ സമ്പ്രദായം, അത് സാധാരണക്കാരെ വീട്ടിൽ നോക്കി ഇത് ബാങ്ക് കൊടുക്കേണ്ട ആൾ തന്നെ ഇനി ഒരു 10 മിനിറ്റും കൂടെ ഉണ്ട്, 4 മിനിറ്റും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് വായ പോലും ശരിക്കും ബ്രഷൊന്നും ചെയ്യാതെ, വായ വിൽക്കുകയാതെ ഭക്ഷണത്തിൻ്റെ പാത്രം കയ്യിലുള്ളതുകൊണ്ട് അത് മുഴുവൻ തിന്നണം എന്നല്ല ഹദീസുള്ളതുകൊണ്ട് അവർ തിന്ന് കഴിഞ്ഞിട്ടാണ് മുഅദ്ദിൻ എന്ത് ചെയ്യുന്നത്, ബാങ്ക് കൊടുക്കാൻ മേലോട്ട് കയറി പോകുന്നത് പള്ളിയിലേക്ക്. ഉമ്മി മക്തൂം ബാങ്ക് വിളിക്കുന്നത് വരെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഫജർ സാദിഖ് വെളിവാകുക എന്നതാണ് മാനദണ്ഡം, ബാങ്കല്ല മാനദണ്ഡം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുകയാണ്, ഈ ഉമ്മു മക്തൂമിൻ്റെ ബാങ്ക് കേൾക്കുന്നത് വരെ നിങ്ങൾ ഭക്ഷണം കഴിച്ചോളി എന്നുള്ള ഹദീസ് നോക്കിയിട്ട് ഈ ഇപ്പം ഉമ്മു മക്തൂം എന്ന് പറഞ്ഞ ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിനാണ്. ഈ മുഅദ്ദിൻ തന്നെ ഉമ്മു മക്തൂമിൻ്റെ ഭക്ഷണം കേൾക്കാൻ നിന്നാൽ പിന്നെ ഉമ്മു മക്തൂമിൻ്റെ ബാങ്ക് എങ്ങനെ കേൾക്കും? അത് ഈ മുഅദ്ദിൻ തന്നെ ബാങ്ക് കൊടുക്കാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നാൽ മക്തൂമിൻ്റെ ബാങ്ക് കേൾക്കുന്നവരെന്ന് പറഞ്ഞാൽ അത് പള്ളിയിൽ ബാങ്ക് കേൾക്കുന്നവരെന്നാണ് ഉദ്ദേശം. ഇന്നത്തെ കാലത്ത് അതായത് ഫജർ സാദിഖ് വെളിവായതിന് ശേഷമുള്ള ബാങ്ക് കേൾക്കുന്നവരാണ്. ആ ബാങ്ക് കൊടുക്കേണ്ട ആൾ തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റവൻ്റെ അവസ്ഥ, ഇമാമിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ കണ്ടില്ലേ? അതായത് നേരെ ബാങ്ക് കൊടുക്കും, മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുമ്പം ഓൻ രണ്ടാമത് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുന്നുള്ളൂ. ഇതൊക്കെ ഏത് ഹദീസ് എന്ത് ഹദീസ് ഫോളോ ചെയ്തിട്ടാണ്, എങ്ങനത്തെ ഹദീസ് ഫോളോ ചെയ്തിട്ടാണ്, ഏത് അവസരത്തിൽ പറഞ്ഞതാണ് ഒന്നും ചിന്തിക്കാതെ അങ്ങനെ ഒരു ഹദീസിൻ്റെ ഒന്നും പറഞ്ഞിട്ട് തിന്നുകൊണ്ടിരിക്കുക. ഇവൻ്റെ നോമ്പൊക്കെ എന്ത് നോമ്പായിരിക്കും ആലോചിച്ച് നോക്കി. കൃത്യസമയത്ത് ബാങ്ക് വിളിക്കുന്നുവെങ്കിൽ, കൃത്യമായ ഫജർ സാദിഖ് വെളിവാകുന്ന കൃത്യസമയത്താണ് മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്നത് എങ്കിൽ അതിനുശേഷം പിന്നീട് ഭക്ഷിക്കുവാനോ തിന്നുവാനോ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് ഭക്ഷണം നിർത്തിയാണ്ട് മുഅദ്ദിനൊന്ന് മേലോട്ട് കയറണ്ടേ, പള്ളിക്കൊന്ന് കയറണ്ടേ, ലൈറ്റൊക്കെ ഇട്ട്, എന്നാലല്ലേ മറ്റുള്ളവർക്ക് ഈ സംഭവം പാലിക്കാൻ പറ്റുള്ളൂ. മുഅദ്ദിൻ തന്നെ ഇങ്ങനെ ഈ ഹദീസിൻ്റെ ഒന്നും പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ നിന്നാൽ പിന്നെ എങ്ങനെ ശരിയാവും? ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒരു ഹദീസ് ഉണ്ടല്ലോ, ഇമാം അഹ്മദും അബൂദാവൂദും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസില്ലേ എന്ന് പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്. ഏതാണ് ഹദീസ്? ഇദാ സമിഅ അഹദുകും നിദാ والإناء على يده فلا يضعه حتى يقضي حاجته منه. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സമിഅ അഹദുകും നിദാ, നിങ്ങൾ ഒരാൾ ബാങ്ക് വിളി കേട്ടു, വൽ ഇനാഉ അലാ യദിഹി, അവന്റെ കയ്യിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന പാത്രവുമുണ്ട് എങ്കിൽ ഫലാ യളഉഹു, ആ പാത്രം അവൻ വെക്കരുത്, ഹത്താ യഖ്ലി ഹാജതഹു മിൻഹു, അതിൽ നിന്ന് തന്റെ ആവശ്യത്തിന് അവൻ ഭക്ഷണം കഴിച്ചതിന് ശേഷമല്ലാതെ ആ പാത്രം വെക്കേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലും ഭക്ഷണം കഴിക്കാം എന്നല്ലേ ആ ഹദീസ് സൂചിപ്പിക്കുന്നത് എന്ന് ചില സഹോദരങ്ങൾ സംശയമായി പലപ്പോഴും ചോദിക്കാറുണ്ട്. അവിടെ സഹോദരങ്ങൾ സംശയമായി ചോദിക്കും നിങ്ങളോട്, നിങ്ങളല്ല അങ്ങനത്തെ ഹദീസുകൾ പഠിപ്പിച്ചു കൊടുത്ത്. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങളത് ആ ഭക്ഷണത്തിൻ്റെ പാത്രം കഴുത്തിൽ കെട്ടി തൂക്കാൻ പറയും. പിന്നെ ഭക്ഷണം കയ്യിൽ നിന്ന് വെച്ചെന്ന് പറഞ്ഞ പ്രശ്നമാണല്ലോ. അപ്പോൾ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുക, ആശ തീരുവോളം ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുക. അത് പിന്നെ വെക്കണ്ട, അത് കഴുത്തിൽ കെട്ടി തൂക്കിയാൽ മതി. മനുഷ്യ ശരീരത്തിലുണ്ടല്ലോ, അത് മരി വരെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുക, നോമ്പൊന്നും നോൽക്കണ്ട. അതാണ് നിങ്ങൾക്ക് നല്ലത്. 1, 2, 3 മിനിറ്റൊക്കെ ഒന്ന് ആദ്യം ബാങ്ക് കൊടുക്കാൻ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ബാങ്ക് കൊടുത്തിട്ട് ഒന്നും വേണ്ട, അലാറം വെച്ചിട്ടെങ്കിലും ആ ഭക്ഷണമൊക്കെ നിർത്തിയിട്ട് നോമ്പ് മര്യാദയ്ക്കൊന്ന് പിടിക്കാനുള്ള ഒരു ഹദീസ് നിങ്ങളെടുത്തില്ല. നോമ്പ് വാതിലാക്കാനുള്ളത് മാത്രം കയ്യിൽ ഭക്ഷണപ്പൊതി ഉണ്ടെങ്കിൽ, ആ കയ്യിൽ വിഷപാത്രം ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ തിന്നുകൊണ്ടിരുന്നോളി. അങ്ങനത്തെ ഹദീസൊക്കെ നിങ്ങളെടുത്തുള്ളൂ. ജനങ്ങളെ നോമ്പ് വാതിലാക്കണം. അതും നിങ്ങൾ ഇതേപോലെ മുഅദ്ദിന്മാർക്കും വല്ലാക്കന്മാർക്കും പറഞ്ഞു കൊടുത്താൽ ഓല് ബാങ്ക് കൊടുക്കാതെ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും. അതാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. പഠിച്ചോളി.